الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി ഖറജൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിറനാ ബിലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ഞങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുകയായിരുന്നു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, ഖറജ്തു ലിഉഖ്ബിറകും ബിലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് ചൊല്ലാനാണ് ഞാൻ പുറത്തായിട്ടുള്ളത്. ഫതലാഹ ഫുലാൻ വ ഫുലാൻ, എന്നാൽ ഇന്ന ഇന്ന വ്യക്തികൾ തമ്മിൽ തർക്കിക്കുന്നു. ഫറുഫിഅത്ത്, അത് ആ ഒരു ഇൽമ് ഉയർത്തപ്പെട്ടു. ഏത് നാളാണെന്ന് കൃത്യമായി അറിയിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടിരുന്നത്. പക്ഷേ രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു ഇൽമ് ഉയർത്തപ്പെട്ടു. വഅസാ അൻ യകൂന ഖൈറൻ ലക്കും, അതൊരു പക്ഷേ നിങ്ങൾക്ക് ഖൈറായിരിക്കും. അതുകൊണ്ട് ഫൽതമിസൂഹാ ഫിത്താസിഅ വസ്സാബിഅ വൽ ഖാമിസ, ബാക്കി നിൽക്കുന്ന 9, 5, 7 എല്ലാം നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ 25-ൻ്റെ രാത്രിയിലാണ്, നാളെ 25-ാമത്തെ നോമ്പാണ്. നമുക്ക് ബാക്കി നിൽക്കുന്നത് ഏതാനും ഒറ്റയായ നാളുകൾ മാത്രമാണ്, ഏറെ പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ളത്. 10 ഇടി ഫുള്ളായിട്ടും നമ്മൾ പ്രതീക്ഷിക്കണം, കാത്തിരിക്കണം. എന്നാൽ ഏറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയത് ഫിൽ വിത്ർ മിനൽ അശരിൽ അവാഖിർ, അവസാന 10-ലെ ഒറ്റയിട്ട രാത്രികളിൽ. ഇപ്പോൾ മഗ്രിബ് മുതൽ ഫജ്ർ വരെയുള്ള സമയം അതിൽപ്പെട്ട ഒന്നാണ്, 25-ൻ്റെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഈ സമയത്ത് അതിനെ തേടണമെന്നാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന പലർക്കും അറിയില്ല. എന്ത് ചെയ്യണം, ഈ നാളുകളിൽ എന്തൊരു അമലാണ് ചെയ്യേണ്ടത്? ഒരുപാട് ചെയ്യാനുണ്ട്. ഇഖ്ലാസുൻ നിയ്യത്ത് ലില്ലാഹ് അസ്സ വജൽ വ ദുആഇ, റബ്ബിനോട് ആത്മാർത്ഥമായി നിയ്യത്ത് ഇഖ്ലാസ് ആക്കിക്കൊണ്ട് ദുആ ചെയ്യുക. വത്തൗബത്തു വൽ ഇനാബത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക, ഖേദിച്ചു മടങ്ങുക. അതുപോലെ തന്നെ അൽ ഇഅ്തികാഫ്, അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക. മസ്ജിദിൽ വന്ന് എത്ര സമയമാണോ സാധിക്കുന്നത് അത്രയും നമ്മൾ റബ്ബിന് വേണ്ടി ഫ്രീ ആയിരുന്ന് ഇഅ്തികാഫ് നിർവഹിച്ച് ഖുർആൻ ഓതി ദുആ ചെയ്ത് ദിക്റുകൾ ചൊല്ലി റബ്ബിലേക്ക് കൈകൾ ഉയർത്തി റബ്ബിലേക്ക് എല്ലാ തിന്മകളും ഏറ്റുപറഞ്ഞ് നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തുക. അൽ മുഹാഫളത്തു അലാ സ്വലാത്തിൽ ജമാഅ വ അദാഇ സ്വലാത്തിൽ സുന്ന വറാത്തിബ, ഫർളായ നിസ്കാരങ്ങൾ നിർവഹിക്കുക. അതേപോലെ സുന്നത്തായ നിസ്കാരങ്ങൾ, സ്വലാത്തു തറാവിഹ് വൽ ഖിയാം സുലുസുൽ ലൈലിൽ അഖീർ, തറാവിഹ് നിസ്കാരം നിർവഹിക്കുക. അത് മഗ്രിബ് മുതൽ ഫജ്റിനുള്ളിലുള്ള ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന ടൈമിലാണ്. അല്ലെങ്കിൽ ലാസ്റ്റിൽ സുലുസുൽ അഖീറിൽ ഖിയാമുൽ ലൈൽ നിർവഹിക്കുക. ഫി ജമാഅത്തിൻ അഫ്ളൽ വലാ ബഅസ മുൻഫരിദൻ, ഒറ്റക്ക് നിസ്കരിച്ചാൽ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ അഫ്ളൽ എന്താണ്? ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ്. മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈല, ഇമാമിന്റെ കൂടെ ഇമാം പിരിയുന്നത് വരെ നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച ആ കൂലിയുണ്ട് എന്നതുകൊണ്ട് ഖിയാമുൽ ലൈലിലായിരുന്നാലും തറാവിഹിലായിരുന്നാലും ഏതിലാണെങ്കിലും ഫുള്ളായിട്ട് ഇമാമിൻ്റെ കൂടെ കഴിയുന്നത് വരെ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് അറിയുന്നത്ര, എത്രയാണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് അത്ര നിങ്ങൾ ഓതുക. വലിഖ്താറു മിൻ ദിക്രില്ലാഹ് വ തസ്ബീഹിഹി വസ്സലാത്തു അലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇങ്ങനെ തുടങ്ങിയ ദിക്റുകൾ അധികരിപ്പിക്കുക. അതേപോലെ തന്നെ സ്വലാത്ത് നമ്മൾ ഏറെയാക്കുക. നാളെ ജുമുഅയാണ്. ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ, നിങ്ങളുടെ നാളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅ ദിവസമാണ്. ഫഅക്തിറു അലയ്യ മിനസ് സ്വലാത്തി ഫി, ഈ നാളിൽ നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. യൗമുൽ ജുമുഅയിലും ലൈലത്തുൽ ജുമുഅയിലും. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് അത് പ്രദർശിപ്പിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിട്ടുണ്ട്.
മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ, എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലം അവനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അൽ ഇക്താറു മിനദ് ദുആഇ ലക വലിഗൈരിക, നിനക്ക് വേണ്ടി ദുആ ചെയ്യുക, സ്വന്തത്തിന് വേണ്ടി. നമ്മൾ ചെയ്ത തെറ്റുകൾ, പാപങ്ങൾ, രഹസ്യമായി പരസ്യമായി ചെയ്ത ഒരുപാട് തിന്മകളുണ്ട്. അത് ഈ നാളുകളിൽ റബ്ബിനോട് ഏറ്റുപറയുക. അതേപോലെ തന്നെ വലിഗൈരിക വഖുസൂസൻ ഫി സുജൂദി, പ്രത്യേകിച്ച് നിനക്കും നീ അല്ലാത്തവർക്കും നിന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ നിന്റെ മാതാപിതാക്കളുണ്ട്, നിന്റെ സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, രോഗികളുണ്ട്, പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് സുജൂദിൽ അഖറബുമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ, ഒരടിമ തൻ്റെ റബ്ബിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂദിലാണ്. അതുകൊണ്ട് ഫഅക്സിറു ദുആ, ദുആകൾ നിങ്ങൾ ജാസ്തിയാക്കുക, ഏറെയാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അത്തദബ്ബുറു ഫി ആയാത്തില്ലാഹ് വൽ ബുകാഉ ഖശിയതൻ മിൻ ഇഖാബിഹി വറജാഅ ജന്നതിഹി, അല്ലാഹുവിൻ്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുക, ആലോചനയാക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുക, അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുക, അള്ളാഹുവിൻ്റെ നരകത്തെ ഭയപ്പെടുക. അൽ മുഹാഫളത്തു അലാ ദുആഇ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകമായ ദുആയെ നിങ്ങൾ അത് സൂക്ഷിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അത് ഫീ കുല്ലി ലൈലത്തി മിനൽ ലയാലിൽ അശ്ർ, ഈ 10 നാളുകളിലും നമ്മൾ ഏറെ ചൊല്ലുക, റബ്ബേ മാഫാക്കി തരണേ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ആയിഷ റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയതാ. മറ്റൊന്ന് വസ്സദഖ വലൈസ ശർതൻ അൻ തകൂന സദഖ നുഖൂദൻ ഫഖത്ത്, പൈസ മാത്രം കൊടുക്കുക എന്നതല്ല സദഖ, അതും കൊടുക്കുക. അതേപോലെ യുംകിനു അൻ നതസദ്ദഖ വലൗ ബിൽ ഖലീൽ മിനൽ മാ വതഅമു തുആം, അതെ തണ്ണി കുടിക്കാൻ കൊടുക്കുക. ഭയങ്കര ചൂടല്ലേ, അത് മസ്ജിദിലേക്ക് ആളുകൾക്ക് പിന്നെ ആവശ്യക്കാർക്കൊക്കെ കൊടുക്കുക. ഒരു ബോട്ടിൽ തണ്ണി വാങ്ങിയിട്ട് നമ്മൾ എത്ര ആൾ കുടിക്കുന്നു അത്രയും കൂലി. സഖയുൽ മാ വലിയ പുണ്യമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന ഉമ്മി മാതത്, എൻ്റെ ഉമ്മ മരിച്ചുപോയി നബിയെ, അഫ അതസദ്ദഖു അൻഹാ, അവർക്ക് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്യാൻ പറ്റുമോ, അവർക്ക് അതിൻ്റെ കൂലി കിട്ടുമോ? എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, ഉമ്മാക്ക് വേണ്ടി ഞാൻ സ്വതക്ക കൊടുത്താൽ കൂലി കിട്ടും. അതെ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, കൂലിയുണ്ട്, സവാബുണ്ട്. അപ്പോൾ അയ്യു സ്വതഖത്തി അഫ്ളൽ, അപ്പോൾ എന്താണ് നബിയെ അഫ്ളലായ സ്വതക്ക? അവിടെ മദീനയിൽ ഏറെ ആവശ്യമായി വന്നത് എന്താണ്? തണ്ണി കിട്ടാനില്ല, കുടിക്കാൻ വെള്ളമില്ല. അഫ്ളൽ സദഖ സഖിയുൽ മാ, ആളുകൾക്ക് ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ തണ്ണി കൊടുക്കുക, അത് വലിയ സദഖയാണ്. അപ്പോൾ സഹോദരങ്ങളെ, വൈതുആമു തുആം, ഭക്ഷണം കൊടുക്കുക, കഴിക്കാനില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. ഈ നാളുകളിൽ പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. നിനക്ക് യാതൊരു സംശയവുമില്ല, ലൈലത്തുൽ ഖദറിൽ ആ സദഖകൾക്ക് ഡബിളായിക്കൊണ്ട് 1000 മാസം നീ സദഖ കൊടുത്തതിൻ്റെ അത്ര ഈ ഒരു നാളിൽ കിട്ടും. നിങ്ങൾ ഇവിടെ ഇരുന്ന് മസ്ജിദിലിരുന്ന് നിങ്ങൾ കൊടുക്കുന്ന ഓരോ സദഖകളും, കോളേജിന് കൊടുക്കുന്നത്, മതസ്ഥാപനങ്ങൾക്ക്, ഇൽമിയായ മസ്ജിദിന് വേണ്ടിക്കൊണ്ട്, അതേപോലെ ഇൽമു പഠിക്കുന്ന കേന്ദ്രങ്ങൾക്ക്, പാവങ്ങൾക്ക്, എവിടെയായിരുന്നാലും, പള്ളിയിലായാലും നിങ്ങൾക്ക് ഇപ്പോൾ അൽഹംദുലില്ലാ സുഖമാണ്, ഗൂഗിൾ പേ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും എന്താക്കുക, സെൻഡാക്കുക. ഒരു 100 രൂപയാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിലും, ഒരു 500 കൊടുക്കുന്നതെങ്കിലും ഇവിടെ ഇരുന്നിട്ട് ആ സവാബ് നമുക്ക് നേടാൻ പറ്റും. കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയും ഈസിയാണ്. അല്ലെങ്കിൽ വേറെ ആൾക്ക് സെൻഡാക്കിയിട്ട് എന്താ ഇതിന്നാക്ക് കൊടുക്കണം. ഇവിടുന്ന് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കും നമുക്ക് സ്വതക്ക നൽകാൻ പറ്റും. അവിടെ ഒരാൾക്ക് ഉഷാറില്ല, ഇവിടെ ഒരാൾ പാവപ്പെട്ടവനുണ്ട്, ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, അങ്ങനെ ഒരു ഇൽമു പഠിക്കുന്ന കേന്ദ്രമുണ്ട്, എവിടേക്കും നമുക്ക് എത്തിക്കാൻ പറ്റും. ഇവിടെ നിന്നിട്ട് ഗൂഗിൾ പേ വഴി, ഫോൺ പേ വഴി അങ്ങനെയൊക്കെ ചെയ്യുക, അതൊക്കെ സ്വതക്കയാണ് സഹോദരങ്ങളെ. ആ സ്വതക്കകൾ നമ്മൾ ഈ നാളുകളിൽ മറന്നു പോകരുത്. അൽ ഇസ്തിഗ്ഫാറു മിനൽ ഇസ്തിഗ്ഫാർ ലക വലിവാലിദൈക വലിൽ മുസ്ലിമീന വലിൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നിനക്കും നിന്റെ പേരൻസിനും ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യുക. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഈ നാളുകളിൽ സഹോദരങ്ങളെ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യാത്ത ഒരു നിസ്കാരവും നമുക്ക് കഴിഞ്ഞു പോകരുത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവർ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗവും കഷ്ടതയും
ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ ഫഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവിനോടുള്ള ഹക്ക് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കഴിഞ്ഞ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഹക്കുള്ളത് അവൻ്റെ ഉമ്മാനോടാണ്, ബാപ്പാനോടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചവരാവട്ടെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. വിശ്വാസികൾക്ക്, വിശ്വാസിനികൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക്, മരിച്ചവർക്ക് റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാനിൽ മരിച്ചുപോയ ആളുകൾക്ക് اللهم اغفر لآبائنا وأمهاتنا وأجدادنا وجداتنا وصغيرنا وكبائرنا وكبيرنا وأساتذنا. ഞങ്ങളുടെ ഉസ്താദുമാർക്ക്, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ചെറിയവർക്ക്, വലിയവർക്ക് റബ്ബേ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് സഹോദരങ്ങളെ ഈ നാളുകളിൽ നമ്മൾ പ്രത്യേകമായി കൊണ്ട് ദുആ ചെയ്യണം. ഈ രാത്രിയുടെ അവസാന സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. യൻസുലു റബ്ബുനാ കുല്ല ലൈലത്തിൻ തബാറക വതആല ഇല സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാസിലാകുന്ന സമയമാണ്. റബ്ബ് കേൾക്കുന്നുണ്ട്. മയ്യദുഊനി ഫഅസ്തജീബ ലഹു, ദുആ ചെയ്യുന്നവർക്ക് അല്ലാഹു ആൻസർ കൊടുക്കും. അതുകൊണ്ട് ഖിയാമുൽ ലൈലിൻ്റെയും ആ സമയത്തും അത് കഴിഞ്ഞിട്ടുമൊക്കെയുള്ള അത്താഴം കഴിക്കുന്ന ആ ഒരു സമയം, സുഹൂറിൻ്റെ ആ സമയത്തൊക്കെ നമ്മൾ കൂടുതലായി ദുആ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹുമ്മ ലാ തൻസ തലബുൽ ഇത്ഖ് മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ നീ കേൾക്കാൻ മറക്കരുത്, മറന്നു പോകരുത്. റബ്ബിനോട് നിനക്കും വലി വാലിദൈക വലിമൻ തുഹിബ്ബു ഫില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിൽ നീ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും, നിന്നെ നഫ്സ് മാത്രമല്ല നിന്റെ പേരൻസിന്, നിന്റെ സഹോദരങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുന്നവരെയെല്ലാം റബ്ബേ ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കണേ. അതാണിപ്പോൾ നമ്മൾ ദുആയിലൊക്കെ, അതിപ്പോൾ വിത്തറിലായിരുന്നാലും സ്വന്തമായിരുന്നാലും ജമാഅത്തായിട്ട് നിന്നാലും എങ്ങനെയായിരുന്നാലും ശരി, ആ ദുആയിൽ നമ്മൾ തേടുന്നത് റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണേ. നിസ്കാരത്തിലും അങ്ങനെ തന്നെയല്ലേ, ഞങ്ങളെ നീ ഹിദായത്തിലാക്കണേ. ഞങ്ങൾക്കെല്ലാവർക്കും മൊത്തത്തിൽ അതിലെല്ലാവരും വിശ്വാസികളെല്ലാവരും ഉൾപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വറിഖാബ ആബായിനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ വദുരിയതിനാ വമശായിഖനാ, ഇങ്ങനെ നമ്മുടെ ശൈഖുമാർക്ക് എല്ലാവർക്കും വേണ്ടി, ഉമ്മാർക്കും ബാപ്പാർക്കും മക്കൾക്കും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഫലാ യഫൂതുക അജ്റുഹാ, ആ പ്രതിഫലം നീ നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മൾ കൂടുതലായിക്കൊണ്ടും റബ്ബിലോട് ദുആ ചെയ്യുക. മലക്കുകൾ പ്രഭാതം വരെ ഭൂമി നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭമായിരിക്കും ഈ നശ്വരമായ നൈമിഷികമായ ദുനിയാവിൽ. കുറച്ച് സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. ആ സമയം അത്രയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെലവഴിക്കാൻ ഈ ഒരു നാളുകൾ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിൻ്റെ എല്ലാ പുണ്യവും നേടിയെടുക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും പുറത്തു തരുമാറാവട്ടെ. അവരെയും നമ്മയുമെല്ലാം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.